വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇന്ന് ജാനുവരി 26 ആണ്, റിപ്പബ്ലിക് ഡേ. ട്രയംഫ് പാലക്കാട്, ട്രയംഫ് തൃശ്ശൂരും കൂടി ഒരു റിപ്പബ്ലിക് ഡേ റൈഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കുറച്ച് പേര് തൃശ്ശൂരിൽ നിന്ന് വന്ന് പാലക്കാട് ഷോറൂമിലേക്ക് ഇവിടെ വന്ന് ജോയിൻ ചെയ്തു നമ്മുടെ കൂടെ. നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ട് ഇപ്പോൾ വാൾപ്പാറ പോവാണ്. സോ മോസ്റ്റ് പ്രോബബ്ലി വാൾപ്പാറ പോയിട്ട് അവിടെ നിന്ന് മലക്കപ്പാറ പോവും. മലക്കപ്പാറ, അതിരപ്പള്ളി, നേരെ തൃശ്ശൂർ, പിന്നെ അവർ അവിടെ നിന്ന് ഡീവിയേറ്റ് ആവും. നമ്മൾ മാത്രം ഇങ്ങോട്ട് വരും. ഞാൻ ആദ്യമായിട്ടാണെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് റൈഡിലേക്ക് ഇങ്ങനെ പോകുന്നത്. അധികവും ഒന്നില്ലെങ്കിൽ കുറച്ച് 2-3 ബൈക്സോ അല്ലെങ്കിൽ സോളോ ആണ് അധികം പോകാറ്. ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ബൈക്സിൻ്റെ കൂടെ പോകുന്നത്. ഒരു 20 ബൈക്സോളം ഉണ്ടെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. 8 മണി ആവുന്നുള്ളൂ, 8:15. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. നേരെ പൊള്ളാച്ചി പോയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നുള്ളൊരു പ്ലാനിങ്ങിൽ ഇരിക്കുന്നത്. വന്നപ്പോൾ കുറച്ച് പേരെ പരിചയപ്പെട്ടു, ഒരു 4 പേരെ. എനിക്ക് ഈ ഗ്രൂപ്പ് മെമ്പേഴ്സിനെ ഒന്നും അധികം അറിയില്ല. ലെറ്റ്സ് സ്റ്റാർട്ട് എൻജോയിങ് ദ റൈഡ്. അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. എനിക്കും അതാണ് ഡൗട്ട്, ഇതന്നെയാണോ പറഞ്ഞതെന്ന്. വാൾപ്പാറ എന്താ ഇങ്ങോട്ട് കാണിക്കുന്നത്? സ്ട്രെയിറ്റ് തന്നെ, മാപ്പിൽ സ്ട്രെയിറ്റാണ് കാണിക്കുന്നത്. സോ നമ്മൾ പൊള്ളാച്ചിയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കുറച്ച് കൺഫ്യൂസിങ് ആണ് റോഡ്. മാപ്പിൽ ഒരു റോഡാണ് കാണിക്കുന്നത്, പക്ഷേ ലോക്കലായിട്ട് ചോദിക്കുന്ന സമയത്ത് ഈ വഴി വരാനാണ് പറയുന്നത്. ഒരു ഐഡിയ ഇല്ല, അത് ഇങ്ങോട്ട് കാണിക്കുന്നില്ല. ഇതെന്ത് റോഡാണെന്ന് മനസ്സിലാവണല്ലോ. ഇതെന്നാണോ റോഡൊന്നും അറിയില്ല. അങ്ങോട്ടന്നെ പോകാനോ? ഈ വഴി പോവാൻ തിരിച്ചേ. മേ ബി ഇനി ചിലപ്പോൾ ആ ഭാഗത്ത് എന്തെങ്കിലും കൺസ്ട്രക്ഷനോ വല്ലതും ആയിരിക്കണം. സോ ഗ്രൂപ്പ് മെമ്പേഴ്സ് എല്ലാം തിരിച്ചിട്ടുണ്ട്. സോ കറക്റ്റ് റോഡ് കിട്ടി. വരുന്ന വഴിക്ക് പെട്രോൾ അടിച്ചു. പെട്രോൾ സ്കാമിനെ കുറിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് പറയാം. ഞാൻ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നോർമലി ഇവന്മാർ ശരിക്കും അതിൽ സെറ്റ് ചെയ്യണ സമയത്ത് ഫുൾ ടാങ്ക് അടിക്കാനുള്ള രീതിയിലായിരിക്കും സെറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടത്തുള്ള പെട്രോൾ പമ്പിൽ ഞാൻ പെട്രോൾ അടിക്കാൻ കയറിയപ്പോൾ ഞാൻ പറഞ്ഞു ഫുൾ ടാങ്ക് എന്ന്. ഇവന്മാർ 100 രൂപ ഇതിട്ടിട്ടാണ് അടിച്ചിട്ട് 100 രൂപയായി. 100 രൂപയായപ്പോൾ മെഷീൻ നിന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടൻ 100 രൂപ അല്ലല്ലോ, ഫുൾ ടാങ്ക് അടിക്കാനല്ല പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ സോറി എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവന്മാർ 100 തന്നെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കുന്നുണ്ടായിരുന്നു എത്രയെന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഇത് എനിക്ക് സ്ഥിരം കിട്ടുന്നുള്ള സ്കാമാണ്. അപ്പോൾ എനിക്കറിയാം ഇത് ഇവന്മാർ എന്താ ചെയ്യാൻ പോകുന്നെന്ന്. അപ്പോൾ അവന്മാർ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് 500 രൂപയ്ക്ക് അടിച്ചു. 500 രൂപയ്ക്ക് അടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 500 അല്ലല്ലോ, എനിക്ക് ഫുൾ ടാങ്ക് അടിക്കാനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പുള്ളിക്കാരൻ വീണ്ടും ഒരു 100 രൂപയ്ക്കും കൂടി അടിച്ചു. എന്നിട്ട് മൊത്തം 700 എന്ന് പറഞ്ഞു. മൊത്തം 600 രൂപയ്ക്ക് അടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ കിടന്ന് ഉരുളണ്ട, ഞാൻ കണ്ടതാ 100 രൂപയ്ക്കാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ശരി, ഞാൻ വിചാരിച്ചു 700-നാണെന്ന് പറഞ്ഞിട്ടാണെന്ന്. മേ ബി കേരള രജിസ്ട്രേഷൻ വണ്ടി കണ്ടതായിരിക്കും. ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടി ഓരോ ടീമുകൾ. ഞാൻ ഈ ഇടയ്ക്ക് റെഡിറ്റിൽ സെയിം ഇതൊന്ന് കണ്ടേ ഉള്ളൂ. മെയിനായിട്ടിത് അതർ രജിസ്ട്രേഷൻ വണ്ടികൾ കണ്ടു കഴിഞ്ഞാൽ ഇവന്മാർക്കുള്ളൊരു ചൊറിച്ചലാണ്. എനിക്കറിയില്ല ഇത് കേരളത്തിൽ ഇത് എത്രത്തോളം ഞാൻ ചെയ്യുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇത് ബാംഗ്ലൂർ എനിക്ക് ഇഷ്ടം പോലെ ടൈം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം സംഭവം എന്താണെന്ന് ചെയ്യാൻ പോകുന്നതെന്ന് അവന്മാർ.
നമ്മൾ നേരെ വാൾപ്പാറ എത്തിയിട്ടുണ്ട്. സമയം ഏകദേശം 12:33 11 മണിക്കാണ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഓൾമോസ്റ്റ് 1.5 ഹവേഴ്സിൻ്റെ ഉള്ളിൽ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇവിടെ വരെ എത്തി. ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ നേരെ മറ്റേ മലക്കപ്പാറ റോഡ് കയറി നേരെ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ അതിരപ്പള്ളി വഴി നമ്മൾ നേരെ തിരിച്ച് ഇറങ്ങുകയാണ്. കഴിച്ചിട്ടില്ല ഉച്ചക്കത്തൊന്നും. മിക്കവാറും ഈ പരിപാടിയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ. നല്ല അടിപൊളി റോഡായിരുന്നു. ഫുൾ ഹെയർ പിൻ ബെൻസ്, 40 ഹെയർ പിൻ ബെൻസ് എന്തോ ആണ് കാണിച്ചത്. നമ്മുടെ ഹെയർ പിൻ ബെൻസ് എല്ലാം കയറി ഇറങ്ങി കഴിഞ്ഞു. ഇനി നമ്മുടെ കേരളത്തേക്ക് കടക്കുകയാണ്. ആ റോഡാണ് കോമഡി. നോക്കാം എങ്ങനെയായിരിക്കുന്നു. എനിക്ക് തോന്നുന്നു അത് ഇപ്പോൾ റീസെൻ്റ്ലി അതിൻ്റെയൊക്കെ പണിയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. തത്തോളത്തിൻ്റെ പണികൾ കഴിഞ്ഞിട്ടെന്നറിയില്ല. വെച്ച് ഞാൻ കുറച്ച് ബാക്കിലാണെന്ന് തോന്നുന്നു. എൻ്റെ പുറകിൽ ആരും ഇല്ലെന്ന് തോന്നുന്നു. വാൾപ്പാറ ടൗണെത്തി. ഇവിടുന്ന് കഴിക്കണ്ടെന്ന് തോന്നുന്നു. മിക്കവാറും നമുക്ക് അതിരപ്പള്ളി എത്തിയിട്ട് കഴിക്കുന്നതാണ് ബെറ്റർ. ഇതിൽ ഫസ്റ്റ് ടൈം വരുന്ന ആൾക്കാരുമുണ്ട്, ഒരുപാട് റൈഡ് ചെയ്തിട്ട് പരിചയമുള്ള ആൾക്കാരുമുണ്ട്. സോ എല്ലാവരും ഒന്നിച്ച് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പം നിർത്തുമ്പോൾ എല്ലാവരെയും വന്ന് എല്ലാവരും ഗ്രൂപ്പായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടോയെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് പിന്നെ റൈഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ച് പേര് പെട്രോൾ അടിക്കാൻ കയറിയിട്ടുണ്ട്. നമുക്ക് പെട്രോൾ ഓൾറെഡി നമ്മൾ ഫില്ല് ചെയ്തുകൊണ്ട് ഇനി പെട്രോളിൻ്റെ ആവശ്യമില്ല. സോ വാൾപ്പാറ ടൗൺ കഴിഞ്ഞു, മലക്കപ്പാറ ടൗണും കഴിഞ്ഞു. ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ചു. ഇനി നേരെ അതിരപ്പള്ളിക്കുള്ള റൂട്ടിലേക്ക് കയറുകയാണ്. സമയം ഇപ്പം തന്നെ 3:40. ഞങ്ങൾ കുറച്ച് ലേറ്റാണ്, ഒരുപാട് നേരം ലേറ്റാണ്. സോ ലെറ്റ്സ് സീ എത്ര മണിക്ക് അവിടെ എത്തുമെന്ന് അറിയില്ല. മിക്കവാറും വീടൊക്കെ എത്തുമ്പോഴേക്ക് വൈകിട്ട് 7 മണിയാവും തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല, ദറ്റ്സ് ഫൈൻ. ഭയങ്കര ടൈം എടുത്തിട്ടാണ് ഓരോ സ്ഥലം കവർ ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് ബട്ട് സ്റ്റിൽ ഫൈൻ. ഞാൻ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ നേരത്തെ വീടെത്തിയിട്ടുണ്ടാവും. ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ. ഗ്രൂപ്പിൽ നമ്മൾ പോകുമ്പോൾ കുറച്ച് എന്തായാലും വൈകും. മെയിൻ പ്രശ്നം പറ്റിയത് പൊള്ളാച്ചി ടൗൺ വെച്ചിട്ട് കുറച്ച് ബൈക്സിന് പെട്രോൾ അടിക്കേണ്ടി വന്നു. അവിടെ കാർഡൊന്നും എടുക്കുന്നില്ല, ഗൂഗിൾ പേ ഇല്ല എന്ന് പറഞ്ഞു. ഇവരെല്ലാം ATM പോയി എടുത്ത്, ATM ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത്. ചില എന്താ പറയുക ഷോപ്പിൽ നിന്ന് എന്തോ കാശ് പോയി വാങ്ങിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് അവർ ചെയ്തത്ര. സോ അങ്ങനെ ഒരുപാട് സമയം എടുത്ത് 1.5 മണിക്കൂറോളം അവിടെ തന്നെ പോയി. അല്ലെങ്കിൽ നമ്മളിപ്പം അതിരപ്പള്ളി എത്തിയിട്ട് ഫുഡ് കഴിച്ചാൽ മതിയായിരുന്നു. ഇനിയെല്ലാം അടിപൊളിയാണ്, കാണാനും നല്ല അടിപൊളിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഈ റോഡൊന്നും ടാറിങ് ഇല്ലായിരുന്നു. ഇതെല്ലാം എനിക്ക് തോന്നുന്നു റീസെൻ്റായിട്ട് ഇട്ടതെന്ന് തോന്നുന്നു. ആ ടൗണിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിർത്തിയോടെ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എന്തോ ആന ഉണ്ടെന്നൊക്കെയാണ് പറയുന്നുണ്ട്. അറിയില്ല ആന കിട്ടുമോയെന്ന് അറിയില്ല. ഒന്നാമത്തത് ഇത്രയും ബൈക്ക് നല്ല ലൗഡ് എക്സോസ്റ്റുകളാണ്, എല്ലാം നല്ല ശബ്ദമാണ്. അതുകൊണ്ട് ഇപ്പം ഈ കാട്ടിലൂടെ പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും 10-15 പേരോളം ഉണ്ട്. അങ്ങനെ ഒരു ഭയപ്പെടേണ്ട കാര്യമില്ല. നെറ്റ്വർക്ക് ഇല്ല കുറച്ച് നേരമായിട്ട്. വാൾപ്പാറ കഴിഞ്ഞതിന് ശേഷം നെറ്റ്വർക്ക് ഉണ്ടായിരുന്നില്ല, മലക്കപ്പാറയില്ല. ഇനിയിപ്പോൾ എനിക്ക് മിക്കവാറും അതിരപ്പള്ളി എത്തിയിട്ടൊക്കെ ആയിരിക്കണം കിട്ടാൻ. നമ്മളവിടെ നിർത്തിയില്ല, വാഴച്ചാൽ ജസ്റ്റ് ആ ചെക്ക് പോസ്റ്റിൽ നിർത്തി കുറച്ച് നേരം, ഒരു 10 മിനിറ്റ്. കാരണം എല്ലാ വണ്ടികളും വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തത്. സമയം ഇപ്പം തന്നെ 5:30 അതുകൊണ്ട് ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഇത് ബേസിക്കലി അങ്ങനെ ഒരു സൈറ്റ് സീയിങ്ങിനായിട്ട് പോകുന്നൊരു
ഇതല്ല, ഇതൊരു റൈഡായിട്ട് തന്നെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഫുൾ ടൈം റോഡ് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളൊരു ഇതേ ഉള്ളൂ. ഇനി ചായ കുടിക്കാൻ വേണ്ടി നിർത്തണം. അത് മോസ്റ്റ് പ്രോബബിളി കുറച്ച് ദൂരം കഴിഞ്ഞിട്ട് ഒരു സ്ഥലം ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇനി തൃശ്ശൂർ ട്രയംഫിൻ്റെ ടീമുകളെല്ലാം അവർ തൃശ്ശൂർ ഭാഗത്തേക്ക് തിരിയും, പാലക്കാട് ട്രയംഫിൻ്റെ ടീമുകളെല്ലാം പാലക്കാട് ഭാഗത്തേക്ക് തിരിയും. സോ ഇവിടെ നിന്ന് ടീം ഡിസ്പേഴ്സ് ആവും മിക്കവാറും. സോ ഇത്രേ ഉള്ളൂ. ഷോർട്ട് ആൻഡ് സിമ്പിൾ റൈഡായിരുന്നു. സോ സമയം ഏകദേശം 7:18. ഞാൻ ഇനിയും വീടെത്തിയിട്ടില്ല. എൻ്റെ കൂടെയുള്ള 2 പേര് ഓൾറെഡി അവർ പോയി. ഞാൻ കുറച്ച് പതുക്കുകയാണ്. സോ എത്രേ ഉള്ളൂ. ഇതൊരു ഷോർട്ട് ഒരു ട്രിപ്പാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.